വെൽക്കം ബാക്ക് ടു സുബാവ വ്ളോഗ്സ്. അപ്പോൾ നാളെയാണ് കേട്ടോ ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ നമ്മൾ 2 ദിവസം കൊണ്ട് വിചാരിക്കുന്നു പോകണമെന്ന്. അങ്ങനെ നമ്മൾ മാറ്റി വെച്ച് നമ്മൾ പോകാമെന്ന് കരുതി. അങ്ങനെ പോകും വഴി ഏട്ടൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയതിനെ കൊണ്ട് നമ്മൾ പൊട്ടിപ്പോയതല്ല, ബസ്സും എടുത്ത് അടിച്ച് പൊട്ടിച്ചു. അങ്ങനെ അടിച്ച് പൊട്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയൊരു ബെൽറ്റ് കൂടെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ആറ്റുകാല PRSൻ്റെ അവിടെ കൊണ്ടാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തത്. കാരണം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി നടക്കുകയാണ് ചെയ്തത്. കാരണം ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് വണ്ടിയും കൊണ്ട് പോകാനായിട്ട് കുറച്ച് ടാസ്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ നടക്കും വഴി കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഈ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള കലമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വസുവിനെ എല്ലാവരും മാറി എടുത്താണ് കേട്ടോ നടന്നത്. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല, ഒരാൾക്ക് തന്നെ എടുത്ത് വെക്കാൻ പറ്റൂലല്ലോ. പിന്നെ പോകും വഴി ഇതുപോലെ പടുക്ക വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പടുക്ക വെക്കാന്നാട്ടോ പറയാ. പിന്നെ ഇത് വിളക്ക് കെട്ടാണ്. ഇങ്ങനെ ഓരോ കോവലിന്ന് ആറ്റുകാലേക്ക് ഇങ്ങനെ വിളക്ക് കെട്ട് കൊണ്ടുവരും. പലവരായിട്ട് ഇങ്ങനെ ചുമന്ന് ആണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഓരോ കോവിലിൽ നിന്ന് വന്ന് കയറുന്നുണ്ടായിരുന്നു. രാത്രി നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കാഴ്ച കാണായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് 5 കൊല്ലമായെങ്കിൽ ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. അതിനെക്കുറിച്ച് അറിയത്തുമില്ല, കണ്ടിട്ടുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ഞാൻ കാണുന്നതോ അറിയുന്നതൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നു. അപ്പം അവിടെ 3 സ്റ്റേജ് ഉണ്ട് കേട്ടോ. അംബ, അംബിക, അംബാലിക എന്ന് പറഞ്ഞിട്ട് 3 സ്റ്റേജിലും പല പ്രോഗ്രാംസ് ആണ് കേട്ടോ നടക്കുന്നത്. ഇവിടെ എന്തോ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോയി കുറച്ച് നേരം നിന്ന് ഗാനമേളയൊക്കെ നമ്മൾ ആസ്വദിച്ചു. ഈ സ്റ്റേജിൽ കുട്ടികളുടെ പ്രോഗ്രാമാണ് കേട്ടോ നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ വേറൊരു സ്റ്റേജ് കൂടെ ഉണ്ട്, അംബിക. അവിടെ 10 മണിക്ക് ശേഷമായിരുന്നു പ്രോഗ്രാം. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞു. കോവിലിൽ കയറാനായിട്ട് പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ വിചാരിച്ചു തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഒരു ദിവസം വന്ന് സമാധാനത്തോടെ നേറി തൊഴാം. അല്ല, ബസ്സും അവിടെ കിടന്ന് വാള ഉണ്ടാക്കും അത് കഴിയും ഇപ്പം ഈ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ. അങ്ങനെ ഏട്ടൻ പോയി ഒരു സെറ്റ് പാനിപ്പൂരി വാങ്ങിയിട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒന്ന് കഴിച്ചു. കുറേ കഴിഞ്ഞപ്പോഴേക്കും അത് പോരാതെ വന്നു. അപ്പം ചേട്ടൻ പോയി വേറെ ഒരു സെറ്റ് പാനിപ്പൂരി കൂടെ വാങ്ങിച്ചിട്ട് ഒരു കോൺട്രാക്ടർ ഒരുത്തം കലക്കിയാണ് അങ്ങനെ നമ്മൾ പോയപ്പോൾ കുറേ കമ്മലുകൾ ഇതുപോലെ തൂക്കിയിട്ടിരിക്കുന്നു. എല്ലായിടും പോയാൽ നോക്കാണ് പതിവ്. ഇത് അങ്ങോട്ട് പോയപ്പോഴേ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ ഏതോ ഒരു കമ്മൽ കാണിച്ചിട്ട് പറഞ്ഞാൽ ഈ കമ്മൽ കൊള്ളാൻ കേട്ടോ, പോകാൻ നേരത്ത് നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകും വഴി എനിക്കൊരു കമ്മൽ വാങ്ങാൻ കൂടി നമ്മൾ കയറി. കുറച്ച് വിലയാണ് കേട്ടോ. നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല. അങ്ങനെ നമ്മൾ 2 സെറ്റ് കമ്മലും വാങ്ങിച്ച് നമ്മളിങ്ങ് തിരിച്ചതേ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ടും തിരിച്ച് നടന്നു വന്നു. അപ്പം ഇതുപോലെ ജംഗ്ഷനിൽ ഇതുപോലെ പടുക്ക വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇത്രയും വലിയ രീതിയിലൊക്കെ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ ഇതുപോലെ പ്ലോട്ടുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വസുവിക്ക് ഇതെന്ത് 10 തലയോ? ഞാൻ പറഞ്ഞു ഇതാണ് രാവണനാണ് 10 തല. അപ്പോൾ അവൻ പറയാം ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ. ഞാനും അവനെ കൂട്ടിരുന്ന് ഭയങ്കര സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ ഇവിടെ ഈ ഒരു അപ്പൂപ്പൻ കിടന്ന് നല്ല ആസ്വദിച്ച് അങ്ങ് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഇതുപോലെയൊക്കെയുള്ള കാഴ്ചകൾ നല്ലൊരു രസം തന്നെയാണ് നമുക്ക്.
കുറേ നടന്ന് ക്ഷീണിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് കയറി. ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ലോഗ്സ്.